ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 മണിയുടെ ചായ കുടിയിൽ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ എനിക്കും പിള്ളേർക്കും കൂടിയിട്ടാണ് നമ്മൾ ചായ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് ചേട്ടൻ പുറത്ത് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ കുറച്ച് ചായക്കടികളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഖിയനും ഉള്ളിവട അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എന്നും പതിവൊന്നുമില്ല, വല്ലപ്പോഴും നമുക്ക് തോന്നും ഇങ്ങനെ പുറത്തുനിന്ന് ഈ ഒരു സംഭവമൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സുഖിയൻ കഴിച്ചിട്ട് കുറേ നാളായി മേടിച്ചുകൊണ്ടാൻ. അപ്പോൾ ആളിത് മിക്സ് ആക്കിയിട്ടുണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് മുട്ട ബജിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ട സാധനങ്ങൾ ഓരോരുത്തർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സുഖിയനാണ് കഴിക്കുന്നത്. അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മുറ്റടിയാണ് കേട്ടോ. മുറ്റടിക്കാനായിട്ട് ഇഷ്ടംപോലെ മുറ്റം നമുക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ അല്ലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് മുറ്റടിക്കണം. മുറ്റടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അപ്പോഴേക്കും കരടൊക്കെ വീഴും. അപ്പോൾ നമ്മൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ നനച്ച് അതിൻ്റെ മുകളിൽ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി കാത്ത് ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. ഈ ഒരു ഓർക്കിഡ് അതിൻ്റെ മുകളിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ ഇതാണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം മുറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം അടിച്ച് ക്ലീനാക്കി ഇട്ടു. പിന്നെ വൈകുന്നേരത്തെ പണി എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെള്ളയപ്പത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിൽ അരയ്ക്കുമ്പോൾ അരിയുടെ കൂടെ ഞാൻ കുറച്ച് ഉഴുന്നും ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് അവിലും പഞ്ചസാരയും കുറച്ച് ഉപ്പും ഈസ്റ്റും മാത്രം കേട്ടോ ചേർക്കാറുള്ള, തേങ്ങയും ചോറൊന്നും ചേർക്കാറില്ല. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത്. അതായത് കുറേ പ്രാവശ്യം നമുക്ക് പണി കിട്ടിയിട്ട് അങ്ങനെ പൊന്തി പോയിട്ടേ, അപ്പോൾ അതിൻ്റെ നല്ല സാധനങ്ങളൊക്കെ പൊന്തി നിലത്തേക്ക് പോകും, പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു റെഡി ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി പാത്രത്തിലാണ് പരച്ച് വെക്കാറുള്ളത്. അപ്പോൾ പൊന്തി പോകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വിറകൊക്കെ ഇരുന്നായിരുന്നു അവിടെ കൊടുന്ന് വെക്കാനായിട്ട്. അതൊക്കെ ചെതിൽ പിടിച്ച് പോവുക. കുറേ നമ്മൾ മറ്റേ പറമ്പിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവച്ചിപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഇതാ നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമായി. മേലൊക്കെ കഴുകി നമ്മൾ വിളക്കൊക്കെ വെക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടൻ നേരത്തെ എഴുന്നേറ്റിട്ട് ഇവിടെ വിളക്ക് വയ്ക്കും. വൈകുന്നേരത്തെ ഉള്ള പണിക്കാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.